അർപ്പിക്കാൻ നിരവധി ആളുകളാണ് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള ആ വാഹനത്തിന് പിന്നാലെ അനുഗമിക്കുന്നത്. ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലേക്ക് ഒരു പ്രേക്ഷകൻ ഉത്തമൻ കണ്ണൂരിൽ നിന്നും വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തെ എന്താണ് ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കേരള രാഷ്ട്രീയത്തിലെ അതികായകനായ നേതാവാണ്. കേരള ചരിത്രത്തെ ബിഫോർ PS എന്നും ആഫ്റ്റർ PS എന്നും രേഖപ്പെടുത്തും. ഒരു PS ഇല്ലാത്ത ഒരു നാളെയുടെ തുടക്കമാണ് PS ശേഷം ഇവിടെ അനുഭവപ്പെടുന്നത്. PS ഇല്ലാതെ ഒരു ശൂന്യത യഥാർത്ഥത്തില് ഒരു പ്രതികരണ കേരളത്തിൽ ഒരു എല്ലാറ്റിനോടുള്ള സംസ്കാരവും സാമൂഹ്യവും പാരിസ്ഥിതികമായുള്ള എല്ലാ വിഷയങ്ങളോടുള്ള ഒരു പ്രതികരണത്തിനുള്ള ഒരു ശൂന്യതയാണ് PS ശേഷം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ PS വിടവ് നികത്തുക എന്ന് പറയുന്നത് ഒരു വളരെയേറെ കാലഘട്ടം കഴിയേണ്ടി വരും. CPM-നെ സംബന്ധിച്ചോളം ഒരു തീരാ നഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളാണ്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതിൽ ഒരാളാണ് PS എന്ന് പറയുന്നത്. PS തുല്യമായ ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയും. AKGക്ക് ശേഷം ഇത്രയും ജനകീയനായ ഒരു നേതാവ് എന്ന് പറയുന്നത് PS ആണ്. PS എല്ലാ കാലഘട്ടത്തിലും ഭരണപക്ഷത്തിലായിരിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ജനങ്ങളുടെ ഒരു കാവലായ ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം PS കുറിച്ച് പറയാം. PS കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നും പറയാൻ കഴിയാത്ത ഒരു വിങ്ങലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് മാത്രമല്ല എല്ലാ കേരളീയർക്കും ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും PS ഒരു വിങ്ങലായിട്ടാണ് അനുഭവപ്പെടുന്നത്. തീർച്ചയായും PS-നെ കുറിച്ച് പറയുമ്പോൾ വാക്കുകളില്ല. VS-ന് പകരം വെക്കാൻ മറ്റാരുമില്ല. VS എന്നാൽ VS മാത്രമാണ് എന്നാണ് കണ്ണൂരിൽ നിന്നും പ്രേക്ഷകനായ ഉത്തമൻ പങ്കുവെക്കുന്നത്. തീർച്ചയായും